ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ മിനിയാന്ന് പൊറോട്ടയും പച്ചക്കറി കുറുമയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മോളാണ് പച്ചക്കറി കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾ കഷ്ണങ്ങളൊക്കെ വെട്ടി അരിഞ്ഞ് എല്ലാം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പൊറോട്ടക്കും മാവ് കുഴക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പൊറോട്ടക്കും മാവൊക്കെ കുഴച്ച് വെള്ളം ടാങ്കിൽ നിറച്ച് കഴിഞ്ഞ് ഞാൻ ഓഫാക്കി കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ചെടീൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറച്ച് കാടും കച്ചറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി. അവിടെ റോട്ടിൽ കല്ല് കൂടി കിടക്കുന്നതൊക്കെ നേരാക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ വണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ടു കേട്ടോ. മേലെ ഷീറ്റിൻ്റെ മേലക്കെന്തോ അടിച്ചു വീഴുന്ന പോലെ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മോളെന്തെങ്കിലും ഇട്ടത് ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഒന്ന് മൈൻഡാക്കാണ്ട് അവിടെ തന്നെ നിന്നിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറിയപ്പോഴത്തേക്കും അവിടുന്ന് വെള്ളം വീഴുന്നൊരു സൗണ്ട് കേട്ടു കേട്ടോ മേലെന്ന്. അപ്പോൾ മോള് പറഞ്ഞു, ഉമ്മച്ചി മോട്ടർ ഓഫാക്കിയിട്ടില്ലേ, വെള്ളം പോകുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ എന്താ ഇത് പൈപ്പ് പൊട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് മേലെ കുരങ്ങ് വന്നിട്ട് ഓസ് വലിച്ചിട്ടതായിരിക്കും, അങ്ങനെ പോവുകയാണ് വെള്ളം എന്ന് വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ മേലെ ഒരു വിറകും കൊള്ളി അതിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ മേലെ വിറക് ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തെറിച്ചിട്ട് പൈപ്പ് പൊട്ടിയതുണ്ട്. അവിടെ ഒരു മൂലോടും ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് അത്രയും ഫുൾ ടാങ്ക് വെള്ളം അടിച്ചാണ് കേട്ടോ. അര ടാങ്ക് വെള്ളമാണ്, ബാക്കിയൊക്കെ പോയിട്ടോ. അപ്പോൾ വെള്ളം പോകുന്ന കണ്ടിട്ട് കുട്ടി വന്നിട്ട് കൈയൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് അപ്പോൾ ആരത് ഇട്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആരാണ് അങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ പൊട്ടിയ സ്ഥലവും ആ വിറകും കൊള്ളി അടിച്ച സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ചിലപ്പം തെറിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് പൈപ്പ് ഉണ്ടോ, ഒരു തുണ്ട് പൈപ്പ് തരുമോ പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി കോലെടുത്തിട്ട് കൊടുന്ന അളവ് നോക്കിയപ്പോൾ കറക്റ്റ് അളവാണ്. അപ്പോൾ അവർക്കത് കൊടുത്തിട്ട് അതിൻ്റെ സൈസിൽ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് അവർ വാങ്ങി വന്നതൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താവും കിട്ടിയില്ല തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ പൈപ്പ് കണക്ഷൻ മുറിച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ അത് തന്നെ അവർ ഫിറ്റ് ചെയ്യാൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് തന്നെ ഒരു പുതിയ ആക്ഷൻ ബ്ലേഡായിരുന്നു, അതും 2 തുണ്ടായി പോയിട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. ഈ ഭാഗത്തൊക്കെ മേലെ നിന്ന് അങ്ങനെ ഒലിച്ചിട്ട് പിന്നെ അവർ വന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയിട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ ചപ്പാത്തിക്കോലാണ് അതെന്ന് ഞാൻ പറഞ്ഞതും കൂടിയാണ്. ചിലപ്പം ഫുൾ ലെങ്ത്ത് വാങ്ങേണ്ടിയായിരിക്കും, അതായിരിക്കും വാങ്ങാണ്ട് വന്ന് കേട്ടോ. അപ്പോൾ അരത്തുണ്ടായിട്ട് കിട്ടൂലല്ലോ. അപ്പോൾ അതന്നെ അവിടെ ഫിറ്റ് ചെയ്ത് അതുകൊണ്ട് എൻ്റെ ചപ്പാത്തിക്കോലും പോയിട്ടോ. വെള്ളം വല്ലാതെ വരുന്നൊന്നുമില്ല, എന്നാലും മേലെ വെള്ളം ഉണ്ടായതുകൊണ്ട് പശട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ചൊക്കെ ലീക്കാവും തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ശരിക്കും ഇങ്ങോട്ട് ഉണങ്ങി കിട്ടാനുള്ളൊരു ഇതില്ലല്ലോ, വെള്ളമുള്ളത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ അതിൽ പൊട്ടി വന്ന വെള്ളം അങ്ങനെ ബക്കറ്റിൽ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ മോട്ടർ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി, ആക്ഷൻ ബ്ലേഡ് വെട്ടി, അത് കഴിഞ്ഞ് താഴെ പോയപ്പോണ്ട് ചൂലും പൊട്ടി കിടക്കുന്നു കേട്ടോ, നമ്മളാകെ അടിക്കുന്ന. അപ്പോൾ മൊത്തത്തിൽ എന്തെങ്കിലും ഒന്ന് കേട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ 1, 2, 3 ഇതിലേ അവസാനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പൈപ്പൊക്കെ നേരാക്കി ആകെ ഒരു ഇതായിട്ടോ. വൈകുന്നേരം നേരത്ത് മഗ്‌രിബിൻ്റെ നേരത്താണ് കേട്ടോ അത് പൊട്ടിയത്. നല്ല കാലം അത് അങ്ങനെ വലിയതായി പൊട്ടിയിട്ട് വെള്ളം പെട്ടെന്ന് താഴേക്ക് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ അടിയും ലീക്കൊക്കെ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കില്ല. അവർ വിറക് വീണിട്ട് തന്നെ നമ്മളവിടെ പോയി നോക്കിയിട്ട് പോലും എന്താണെന്ന് അവർ ചോദിക്കണില്ല കേട്ടോ. ഇവിടെ എന്തോ കൊണ്ട് പൊട്ടിക്കണ്, വിറക് വീണ് പൊട്ടിക്കണ് കേട്ടോ, പണിക്കാർ നോക്കുന്നേ അല്ലേന്ന് കേട്ടോ. പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അങ്ങോട്ട് തെറിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിറകും കൊള്ളി എടുത്ത് കാണിച്ച് കൊടുത്തപ്പോഴാണ് അവർക്ക് വിശ്വാസമായത് കേട്ടോ. അല്ലെങ്കിൽ അത് അങ്ങനെ ഇട്ട് പോയി പിന്നെ നമുക്ക് ഇടങ്ങാറാവില്ലേ, അവരെ തിരഞ്ഞ് നടക്കാനും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പൊറോട്ടക്ക് പരത്തി അത് ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് കുറുമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ ഇട്ട് ചേർത്തു എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പണീൻ്റെ പിന്നാലെ അപ്പോൾ ഇന്നാണെങ്കിൽ പൊറോട്ട വലിയൊരു സുഖമല്ല കേട്ടോ. നമ്മൾ 7 Days വാങ്ങിയതാണ് പൊറോട്ട മാവ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതല്ല, മൈദ അങ്ങനെ വാങ്ങിയതായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പൊറോട്ട വലിയൊരു സുഖമല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി പൊറോട്ടയും കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ
കഴിച്ചു. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ വെള്ളം ടാങ്കിൽ വരുന്നത് പൈപ്പിൽ വരുന്നത് നോക്കി കയറിപ്പോയി നോക്കിയപ്പം ചെറുതായിട്ടൊരു കിനിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൈപ്പിന്. അപ്പോൾ ഇവിടെയാണ് വിറക് കൊണ്ടുവന്നിരുന്നത് കേട്ടോ. എത്ര ദൂരം ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് തെറിച്ചതാണ്. അപ്പോൾ ആ വന്ന് അടിച്ച ആ ഒരു ഇതിൽ പൈപ്പിന് കൊണ്ടതാണ് കേട്ടോ. എത്ര ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ ഈ വെള്ളം ടാങ്കിലില്ലാത്ത സമയത്ത് കുറച്ച് ഗമ്മൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. സൈഡിലും മേലേക്ക് ആയിട്ട് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചുട്ടിയാൽ മരിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ അതിനൊരു എന്തോ ഒരു വ്യത്യാസം ഉള്ളത് പോലെ ഉണ്ട് കേട്ടോ. പൈപ്പ് മാറിയതുകൊണ്ടാണ് തോന്നണത്. അപ്പോൾ ആ വിറക് പണിക്കാർ വന്നിട്ട് ചെയ്ത് തന്ന് കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ. ചിലപ്പം കയ്യിൽ വൈകുന്നേരം ഒരു കൂലി കിട്ടുന്ന ഇതൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഇങ്ങനെ ഓരോന്ന് പറ്റുന്നത്. പക്ഷേ അവർക്ക് അത്ര ചിലവൊന്നും ആയിട്ടില്ല കേട്ടോ. ഗമ്മ് വാങ്ങണ്ടേ പിന്നെ 2 സൈഡിൽ ഫിറ്റിങ്ങിനുള്ള 2 പൈപ്പ് തുണ്ട് വാങ്ങണ്ടേ മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും അവർ കണ്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വെള്ളം പോകും, ആരോട് പറയാനാ, നമ്മൾ തന്നെ ശരിയാക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ചക്കയും മാങ്ങയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങ നമ്മളെ വീട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വീട്ടിൽ ചക്ക ഉള്ളതുകൊണ്ട് അവർ ഇടുമ്പോൾ ഓരോ തുണ്ട് തരുന്നതുകൊണ്ട് ചക്കയും മാങ്ങയൊക്കെ ഇപ്രാവശ്യം ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.